റോളക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അവർക്ക് അവരുടെ ഒരു കുറെ കളിപ്പേരിലാൽ വിളിക്കപ്പെടുന്ന കുറച്ച് വാച്ചുകളുണ്ട്. കമ്പനിയാൽ ഇറക്കപ്പെടുന്ന പേരുകളല്ല, നിക് നെയിംസ് അല്ല, അത് ആളുകൾ വിളിക്കപ്പെടുന്നതാണ്. അതിൽ ചില വാച്ചുകളാണ് പെപ്സി എന്ന് പറഞ്ഞൊരു വാച്ചുണ്ട്. അപ്പോൾ നമ്മൾ വാച്ചിന്റെ ബസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പെപ്സി ടോൺ കാണാൻ കഴിയും. സ്പ്രിന്റ്, ബാറ്റ്മാൻ, അതുപോലെ തന്നെ സ്റ്റാർബക്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് വാച്ചസ് ഉണ്ട്. ഈ വാച്ചുകളൊക്കെ നമുക്ക് ഒരിക്കലും ഒരു 4-5 വർഷം ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ പോലും കിട്ടാത്ത വാച്ചസ് ആണ്. അപ്പോൾ അത്തരം വാച്ചസിന്റെ കോപ്പി നമ്മൾ ഒരു കടയിൽ പോയി മേടിക്കുമ്പോൾ അത് കാണുന്ന ആളുകൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ വാച്ചിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ആളുകൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ വാച്ച് മേടിക്കാൻ പറ്റൂല. അതായത് 4 വർഷം 5 വർഷം വെയിറ്റ് ചെയ്തിരുന്നാൽ പോലും അത് നമ്മൾക്ക് കിട്ടൂല. പിന്നെ നമ്മൾ മാർക്കറ്റ് പ്രൈസ് കൊടുക്കണം. ഒരു 11 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന ഒരു വാച്ചിന് നമ്മൾ ഒരു 18-19 ലക്ഷം രൂപ കൊടുത്തൊക്കെ മേടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുടെ ഒരു വാച്ച് നമ്മളൊരു കോപ്പി മേടിച്ച് ധരിക്കുമ്പോൾ അത് ഇൻസ്റ്റന്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം വാച്ചുകളൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ അതിന്റെ മൂവ്മെന്റ് ചെക്ക് ചെയ്യുക, വെയിറ്റ് ചെക്ക് ചെയ്യുക, ഇത്തരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വാച്ചിനെ കുറിച്ച് അറിയുന്ന ആളുകൾ കോപ്പി അധികം ധരിക്കില്ല. ഇപ്പൊ കുറെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു വാച്ച് ഇവിടെ വരുന്നു, ടാക്സ് വെട്ടിക്കാനായിട്ട് മറ്റു കൺട്രിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ടാക്സ് ഇല്ല, അപ്പം അങ്ങനെ അവിടെ പോയിട്ട് റീസെയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളില്ല. അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആളുകള് അല്ല, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാം. പക്ഷെ നമ്മളിപ്പോൾ ഒരു ലക്ഷറി വാച്ച് ധരിച്ച് എയർപോർട്ടിൽ പോയോ ഓഫ് കോഴ്സ് അവിടെ ചെക്ക് ചെയ്യണ്ടാവും. അവർ ഉറപ്പായിട്ടും അവർ ചെക്ക് ചെയ്യും, അവർ അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. അങ്ങനെ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്, ഈവൻ സെലിബ്രിറ്റീസിനെ വരെ. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെ ഈ ഇത്തരം മൂവ്മെന്റ്സിന്റെയും വാച്ചസിന്റെ ഒക്കെ ഒതന്റിക്കേഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ഈവൻ ആമസോണിലും ഈ പറയുന്ന പോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പൊ നമ്മൾ ഫേക്ക് പ്രോഡക്ട്സ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടാൽ പോലും അങ്ങനെ അത് കണ്ടുപിടിക്കുന്ന ഒരു ടീമാണ്. അപ്പൊ പുള്ളിയാണ് ഈ പറയുന്ന പോലെ എയർപോർട്ടിൽ പല കാര്യങ്ങൾക്കും ഈ ഒതന്റിക്കേഷന് വേണ്ടി പോകുന്നത്. ഈവൻ ഇപ്പൊ ഹാർദിക് പാണ്ഡ്യക്ക് അവരുടെ വാച്ചസ് നമ്മൾ ചെക്കിങ്ങിന് പോയിട്ടുണ്ട്, ഷാരൂഖ് ഖാന്റെ വാച്ചസ് പിടിച്ചിട്ടുണ്ട്. അത് ഓഫ് കോഴ്സ് അവിടെ ചെക്കിങ് ഉണ്ട്. പിന്നെ ആളുകൾ അത് ഗോൾഡ് കടത്തുന്ന പോലെ അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ അത് ഒരിക്കലും അവിടെ ചെക്കിങ് ഉറപ്പായിട്ടുണ്ട്. അത് എന്തായാലും അത് പിടിക്കപ്പെടും. നമ്മൾ പക്ഷെ അറിഞ്ഞു വെച്ച് ഇപ്പോഴാണ് അതൊരു ക്ലാരിറ്റി വരുന്നത്. എപ്പോഴും പറയാറുള്ളത് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും വാച്ചസ് എന്ന് പറയാറുണ്ട്. അല്ല, ഇപ്പോ നമ്മുടെ എയർപോർട്ടിൽ തന്നെ അവിടെ ഇത്തരം വാച്ചുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്യപ്പെടും. ഹോൾഡ് ചെയ്തിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ആള് വരുന്നത്. എന്തിന്? അത് ചെക്ക് ചെയ്ത് അത് കറക്റ്റ് സാധനമാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ വരുത്തുന്നുണ്ട്. അതിന് സമയമെടുത്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അത് ഒരു തെറ്റിദ്ധാരണയാണ്, ബാംഗ്ലൂർ എയർപോർട്ടിൽ പിടിക്കപ്പെടില്ല എന്നുള്ളതൊക്കെ. ശരിക്കും ഈ വാച്ചിന്റെ ഏത് പാർട്ടാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് വരിക? എൻട്രി ലെവൽ വാച്ചസ് ഉണ്ട്. എൻട്രി ലെവൽ വാച്ചസിൽ ചില വാച്ചസുകളുടെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേണുകൾ ആ വാച്ചുകളുടെ ഓവറോൾ ആയിരിക്കാം. ഇനിയിപ്പോൾ ഒരു റോളക്സിന്റെ ജ്വല്ലറി വാച്ച് എന്ന് വിചാരിക്കാം. അപ്പോൾ റോളക്സിന്റെ ഒരു ബ്രാൻഡിന്റെ ലെഗസി അതിലുണ്ടാവും, പ്ലസ് ജ്വല്ലറി ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചിൽ ഡയമണ്ട്സ് ഉണ്ടാവും, ഈ പറയുന്ന പോലെ പേൾ ഡയലുകൾ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ആ പേൾ ഡയലിനായിരിക്കും ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്ഥലമൊക്കെ മേടിച്ചിട്ടുന്ന പോലെ തന്നെ വാച്ചുകൾ മേടിക്കുന്നുണ്ട്. അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വാച്ച് ബ്രാൻഡ്സ് ഉണ്ട്, പാത്തക് ഫിലിപ്പ്, ഹിഷാമിൽ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ്സ്. അപ്പോൾ അത്തരം ബ്രാൻഡ്സിന്റെ ഒക്കെ ഈ പറഞ്ഞ പോലെ ജ്വല്ലറി ഒന്നും ആയിരിക്കില്ല മെയിൻ ഫോക്കസ്. അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റാനിയം പോലുള്ള മെറ്റീരിയൽസ്. എന്ന് വെച്ചാൽ അതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കുമ്പോൾ ഒരു ബോക്സ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും കൈ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചിന്റെ കേസിനായിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റ്, ബ്രേസ്ലെറ്റിനായിരിക്കുമല്ലോ വെയിറ്റ് കുറവ്. പക്ഷെ ഈ ബ്രാൻഡിൽ കേസിനേക്കാളും വെയിറ്റ് കൂടുതൽ ഇതിന്റെ ബാൻഡിന്, കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്.